ആതിരയും നൂറയും ആരാണ് എന്ന് എല്ലാവർക്കും പുറത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അറിയാം. ലെസ്ബിയൻ ഐഡന്റിറ്റി പ്രഖ്യാപിച്ച് ഒരുമിച്ച് ജീവിക്കാൻ ആരംഭിച്ചവരാണ് ആദിലയും നൂറയും. ഇരുവരും ഒരുമിച്ചത് വീട്ടുകാരുടെയും സമൂഹത്തിൻ്റെയും എതിർപ്പും വലിയ സമ്മർദ്ദവും എല്ലാം മറികടന്നാണ്. നൂറയെ കുടുംബം വീട്ടുതടങ്കലിലാക്കിയപ്പോൾ ആദില നടത്തിയ നിയമ പോരാട്ടം ശ്രദ്ധേയമായിരുന്നു. ഒടുവിൽ ഇരുവരെയും ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കണം എന്ന് ഉത്തരവിട്ടത് ഹൈക്കോടതിയാണ്. നമ്മൾ അറിയണം, ബ്ലോഗുകളിലൂടെയും റീലുകളിലൂടെയും ഇരുവരും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയരായി. പിന്നീട് വീട്ടുകാരിൽ നേരിട്ട ദുരനുഭവങ്ങൾ ഇരുവരും അഭിമുഖങ്ങളിൽ തുറന്നു തന്നെ പറഞ്ഞിരുന്നു. ബിഗ് ബോസ് സീസൺ 7-ലെ മത്സരാർത്ഥികളായതോടെ ആദിലയും നൂറയും കൂടുതൽ പ്രശസ്തരായി. ഷോയ്ക്കുള്ളിൽ പോലും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്ന അധിക്ഷേപം നേരിടേണ്ടി വന്നു ആ കുട്ടികൾക്ക്. എന്നാൽ ഷോ ഹോസ്റ്റ് മോഹൻലാൽ ഇരുവരെയും വീട്ടിലേക്ക് ക്ഷണിച്ചത് വലിയ കയ്യടി നേടിയിരുന്നു. ആ സമയത്ത് വലിയ വാർത്തയായിരുന്നു. ബിഗ് ബോസ് ഷോയിലൂടെ പൂമ്പാറ്റകൾ എന്ന സ്നേഹം നിറഞ്ഞ വിളിയും ഇരുവർക്കും സ്വന്തമായിട്ടുണ്ട്. ഫൈസൽ ആദിലയെയും നൂറയെയും അപമാനിച്ചതിനെതിരെ വിമർശനമുയർത്തി നിരവധി പോസ്റ്റുകളാണ് വരുന്നത്. ചടങ്ങിൽ നൂറയ്ക്കും ആദിലയ്ക്കും ഒപ്പം എത്തിയ അതിഥികളിൽ ചിലരും വിയോജിപ്പ് പരസ്യമാക്കിയിട്ടുണ്ട്. ഇരുവരെയും വീട്ടിലേക്ക് ക്ഷണിച്ച് നിരവധി പേരുടെ പോസ്റ്റുകൾ ഇപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കാണാം. പിന്തുണക്കുന്നവരുടെ പോസ്റ്റുകൾക്ക് താഴെയും പക്ഷേ യാഥാസ്ഥിതികളുടെ ചീത്തവിളികളുണ്ട് എന്നതാണ് അതിലെ കാര്യം. ഒട്ടും ഒരു തരത്തിലും പാടില്ലാതിരുന്നൊരു കാര്യം ഈ ഫൈസൽ എന്ന് പറയുന്ന ആൾ ചെയ്തിരിക്കുന്നു എന്നാണ് ഈ നിലക്ക് കാണുന്നത്. അതിൽ സനീഷ്, ഞാൻ ഈ ബിഗ് ബോസിൻ്റെ ഒരു പ്രേക്ഷകനല്ല. പക്ഷേ ബിഗ് ബോസ് ആളുകൾക്ക് വലിയ വിസിബിലിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അവർക്ക് അത് പല സ്വഭാവത്തിൽപ്പെട്ടവർക്ക്, പല തരക്കാർക്ക് അത് നമുക്കറിയാം. വളരെ വിചിത്രമായി പെരുമാറുന്ന ആളുകൾ, വളരെ മോശമായി പെരുമാറുന്നവരെന്ന് നമ്മൾ പൊതുവെ നമുക്ക് ഒരു പൊതുസമൂഹത്തിൻ്റെ നോട്ടത്തിൽ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം പൊതുസമൂഹത്തിൽ വലിയൊരു പിന്തുണ അവർക്ക് കിട്ടുന്നുണ്ട്. മാറി നിന്ന് നമ്മളെപ്പോലെ ചിലരൊക്കെ നോക്കുമ്പോൾ വളരെ മോശമായാണല്ലോ ഈ പെരുമാറ്റം എന്ന് തോന്നുന്ന ആളുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. ആ ഷോയുടെ സ്വഭാവം തന്നെ അങ്ങനെയാണ്. ഇങ്ങനെ പല തരക്കാരെ, പല സാമൂഹ്യാവസ്ഥയിലുള്ളവരെ, പല സ്വഭാവമുള്ളവരെ, പല ഐഡൻറ്റിറ്റി ഉള്ളവരെ എല്ലാവരെയും ഒരു വീട്ടിൽ ഏതാണ്ട് 100 ദിവസം അല്ലേ 100 ദിവസം ആ വീട്ടിൽ താമസിപ്പിക്കുന്നു. അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് പ്രേക്ഷകൻ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നതിൻ്റെ ഒരു കൗതുകം, ആ കൗതുകമാണ് അതിൻ്റെ ഒരു കച്ചവടം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ എല്ലാത്തിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോസിറ്റീവ് അംശം വരുമല്ലോ. അങ്ങനെ വരുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റായ ചില ധാരണകളെക്കുറിച്ച്, ചില മൂല്യബോധങ്ങളെ, തെറ്റായ മൂല്യബോധങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ചില തിരുത്തലുകൾ അവിടെ സംഭവിക്കുന്നത് അത് നമ്മൾ കാണാറുണ്ട്. അത് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയാണ് നമുക്കത് കിട്ടുന്നത്. അതിലെനിക്ക് ഏറ്റവും കൗതുകകരമായി തോന്നിയത് ഇത്തവണ അവിടെ ഇതിനു മുമ്പും ഈ ക്യൂർ ഐഡൻറ്റിറ്റിയിലുള്ള ആളുകൾ പലരും പങ്കെടുത്തിട്ടുണ്ട്. ഇത്തവണ ഈ ആദിലയും നൂറയും പങ്കെടുക്കുന്നു. ആദിലയും നൂറയും നമുക്ക് ബിഗ് ബോസ് കണ്ടില്ലെങ്കിലും അറിയാം. കാരണം എന്തുകൊണ്ടാണ്? അവരുടെ നിയമ പോരാട്ടം കൊണ്ട്. മാത്രമല്ല ഹൈക്കോടതി ആ കാര്യത്തിൽ ആദിലയ്ക്കും നൂറയ്ക്കും ഒപ്പം നിൽക്കുകയും അവർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ തുടർച്ചയായിട്ടാണ് അവർ ഒരുമിച്ച് ജീവിക്കുന്നത്. ഈ രണ്ടുപേരും വിദ്യാസമ്പന്നരാണ്, ജോലിയുള്ളവരാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അവരിവിടെ ടെക്നോ പാർക്കിൽ എവിടെയോ, ഇൻഫോ പാർക്കിൽ എവിടെയോ തന്നെയാണ് ജോലിയും ചെയ്യുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് അവർക്ക് എവിടെയെങ്കിലും വലിഞ്ഞു കയറി ചെല്ലേണ്ട സാഹചര്യമൊന്നും ഉള്ളവരല്ല. അങ്ങനെ അവർക്ക് ഇനിയിപ്പോൾ ഫെയിമിന് വേണ്ടിയിട്ടും അവിടേക്ക് ചെല്ലേണ്ട ആവശ്യമില്ല. അത് അവർക്ക് നേരത്തെ തന്നെ കിട്ടിക്കഴിഞ്ഞു. പിന്നെ ഇത്തവണത്തെ ബിഗ് ബോസിലെ ഏറ്റവും കൗതുകകരമായ ഒരു കാഴ്ച, അതും ഞാൻ ശ്രദ്ധിച്ചത്, മോഹൻലാൽ ഇവർക്ക് അനുകൂലമായി സംസാരിച്ചതിനെ തുടർന്ന് മോഹൻലാലിനെതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടാകുന്നു. മോഹൻലാലിനെതിരെ ഒരു ആക്രമണം ഉണ്ടാവുകയാണ്. ചില പ്രത്യേക ഐഡികളിൽ നിന്നൊക്കെ രൂക്ഷമായ പരിഹാസവും ഒക്കെ മോഹൻലാലിന് നേരെ, മോഹൻലാലിനെ ഇങ്ങനെയൊന്നുമല്ല ഞങ്ങൾ ലാലേട്ടനെ പ്രതീക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആക്രമണം. എന്താണ്? ആദിലയും നൂറയും ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു, അവരെ അവിടേക്ക് ക്ഷണിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ ഒരു ഇതിൻ്റെ കണ്ടസ്റ്റൻറ്റിനെ നേരിടുകയാണ് മോഹൻലാൽ. ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് കണ്ടപ്പോൾ. അപ്പോൾ ആ നിലയ്ക്കാണ് അവിടെ ഒരു സംഭവം ഉണ്ടാകുന്നു. അത് ചർച്ചയാകുമ്പോൾ നമ്മൾ വീണ്ടും ഇത് ശ്രദ്ധിച്ചു. അങ്ങനെ ആ ഒരു ഫെയിമിൽ നിൽക്കുന്ന അവരെ ഏത് വേദിയിലേക്കും ആളുകൾ ക്ഷണിക്കും. കാരണം ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങുന്ന പലതരക്കാരെയും പല വേദികളിലും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇവരെയും വേദികളിലേക്ക് ക്ഷണിക്കും. മാത്രമല്ല ഇവർക്ക് വലിയ ആ നിലയ്ക്ക് സാധാരണ ഈ മുമ്പൊക്കെ ഈ മിസ് യൂണിവേഴ്സ്, മിസ് കേരള, മിസ് ഇന്ത്യ മത്സരമൊക്കെ കഴിയുമ്പോൾ അടുത്ത ഒരു വർഷത്തേക്ക് ഇവർക്കൊരു വലിയ ഫെയിം കിട്ടുമല്ലോ. അതുപോലെ തന്നെയാണ് പലരും ഈ ബിഗ് ബോസ് കഴിഞ്ഞാൽ അടുത്ത ഒരു വർഷം ഇവർക്ക് പലതരം പരിപാടികളിലൊക്കെ പങ്കെടുക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ ഇവരെ വിളിച്ചുകൊണ്ട് പോകും. ഇവരെ അങ്ങനെ തന്നെ ആയിരിക്കാം വിളിച്ചിട്ടുണ്ടാവുക. ഇത് ഇയാൾ അറിഞ്ഞിട്ടല്ല എനിക്കറിയില്ലായിരുന്നു എന്നും പറയുന്നതിലൊരു ന്യായവുമില്ല. കാരണം അതിൻ്റെ ഉത്തരവാദിത്വം ഇയാൾക്ക് തന്നെയാണ്, ഈ ഫൈസലിന് തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം. അയാൾ കോടീശ്വരനായിരിക്കാം, വലിയ സമ്പന്നനായിരിക്കാം, ഇതൊക്കെ ശരിയാണ്. പക്ഷേ മറ്റൊരാളുടെ ഡിഗ്നിറ്റിയെ ഈ രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള ഒരവകാശവും അയാൾക്കില്ല.
ഈ ഒരു വിഷയത്തിൽ അത് മാത്രമല്ല അവർക്ക് ഈ രണ്ടുപേരെയും അവിടെ വിളിച്ചു വരുത്തുന്നു, അവിടെ കൊണ്ടുപോകുന്നത് എല്ലാ സ്ഥലവും കാണിച്ചു കൊടുക്കുന്നു, മാന്യമായി പെരുമാറിയെന്ന് ഇവർക്കൊപ്പം പോയ ആളുകൾ, അതായത് ഇതിനു മുമ്പുള്ള ബിഗ് ബോസ് മത്സരത്തിൽ പങ്കെടുത്ത ഒരു മത്സരാർത്ഥിയും 2 മത്സരാർത്ഥികളും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. ആദിലയ്ക്ക് നൂറയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ഇവർ 4 പേരാണ് മൊത്തം പോയത്. അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, എല്ലായിടത്തും കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് വളരെ മാന്യമായാണ് അവിടെ പെരുമാറിയത്. അവിടെ എത്തിയപ്പോൾ വളരെ മാന്യമായാണ് എല്ലാം കാണിച്ചു കൊടുത്ത് പെരുമാറുന്നു, ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു. എല്ലാം കഴിഞ്ഞിട്ട് സംഭവിച്ചത് എന്താണ്? ഇയാൾ ഈ മോഹൻലാലിനെതിരെ നടന്ന ആക്രമണം പോലെ തന്നെ ഫൈസലിനെതിരെ ആക്രമണം ഉണ്ടാകുന്നു. അതായത് രൂക്ഷമായ ആക്രമണം. ഫൈസൽ എന്താണ്? ഫൈസൽ ഒരു സോഷ്യൽ മീഡിയ ജീവിയൊക്കെയാണ്. അത്യാവശ്യം ഒരു ഇൻഫ്ലുവൻസർ സ്വഭാവത്തിൽ തന്നെ ഇടപെടുന്ന കോടീശ്വരനാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ നേരത്തെയും കണ്ടിട്ടുണ്ട്, ചില വീഡിയോകൾ. അതായത് എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് ഒരു ചെടി മേടിക്കാൻ, ഒരു ബോൺസായി ചെടി മേടിക്കാൻ ഒരു കടയിൽ പോയി നിൽക്കുന്ന ഒരു ഇതാണ് ഓർമ്മ വന്നത്. അതുമാത്രമല്ല, അതേ ചെടി ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഈ വീടിൻ്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ കണ്ടപ്പോൾ ഒരു കൗതുകം എനിക്ക് തോന്നുകയും ചെയ്തു. ഈ മൂവാറ്റുപുഴ ഭാഗത്ത് എവിടുന്നോ മേടിച്ചിട്ട് പോയിട്ടുള്ളതാണ്. അപ്പോൾ ആ വീഡിയോ ഞാൻ കണ്ട ഓർമ്മയുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു വ്ളോഗർ സ്വഭാവത്തിൽ ഇടപെടുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇതൊക്കെ അറിയാം, ഇവരൊക്കെ ആരാണെന്നറിയാം. ഈ മുഴുവൻ ആളുകളെക്കുറിച്ചും വ്യക്തമായ ധാരണയുള്ള ആളാണ് ഫൈസൽ. പക്ഷേ അദ്ദേഹത്തെ ആക്രമിച്ചു. ഫൈസലിന് നേരെ നല്ല ആക്രമണം ഉണ്ടായി. യാഥാസ്ഥിതികരായിട്ടുള്ള ആളുകളുടെ ചില വിചിത്രമായി ഈ തരം സാഹചര്യങ്ങളിലൊക്കെ പെരുമാറുന്ന ആളുകളുടെയൊക്കെ വലിയ ആക്രമണം ഉണ്ടായി. സമ്മർദ്ദത്തിലായി, ഭീഷണിപ്പെടുത്തിയിട്ടും ഉണ്ടാവാം, നമുക്കറിയില്ല. എന്തായാലും അതിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹം ഈ വിശദീകരണമായിട്ട് വരുന്നത്. അത് അങ്ങേയറ്റം വഷളത്തരമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശദീകരണം എന്നുള്ളത്. മനുഷ്യനോട് ചെയ്യാൻ കൊള്ളാവുന്ന പണിയല്ല ഫൈസൽ കാണിച്ചത്. അതേ ഉള്ളൂ, അതാണ് അതിൻ്റെ കാര്യം. അത് ഹർഷൻ്റെ അടുത്ത് പറഞ്ഞ ഡിഗ്നിറ്റി, മനുഷ്യരുടെ അന്തസ്സ്, വ്യക്തികളുടെ അന്തസ്സ് എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമാണ്. ഏത് കാലത്തും അതെ, ഇപ്പോൾ അത് കൂടുതലാണ്. ഈ ആധുനിക കാലത്ത് ലോകത്തെമ്പാടും എല്ലാ രാജ്യങ്ങളിലും, നമ്മുടെ രാജ്യത്താണെങ്കിൽ വ്യക്തിയുടെ അന്തസ്സ് എന്നത് പരമപ്രധാനമായിട്ട് ഭരണഘടനയിൽ തന്നെയും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹർഷൻ പറഞ്ഞതുപോലെ ഇങ്ങനെ ചെയ്യാനേ പാടില്ലായിരുന്നു. പിന്നെ ഈ ലോകത്ത് ഏറ്റവും വലിയ എഴുത്തുകാരിലൊരാൾ ഇപ്പോൾ ഈ യുവാൽ നോവാ ഹരാരിയാണ്. എല്ലാവർക്കും അറിയാം. വായിക്കാത്ത ആൾക്കടക്കം അദ്ദേഹത്തിൻ്റെ പേരറിയാം. അദ്ദേഹത്തിൻ്റെ 2018 ഒരു പുസ്തകം 21 ലെസൺസ് ഫോർ ദി 21st സെഞ്ച്വറി സമർപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ സമർപ്പണ വാചകം ടു മൈ ഹസ്ബൻഡ് ഇറ്റ്സിക് വിത്ത് ലവ് എന്നാണ്. എൻ്റെ ഭർത്താവ് ഇറ്റ്സിക് എന്നാണ് അയാളുടെ പേര്. ഹരാരിയുമാണാണ്, ഇറ്റ്സിക്കുമാണാണ്. അപ്പോൾ ഇത് ലോകത്ത് വളരെ സാധാരണമായൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ എല്ലാവരും നാളെ അങ്ങനെ ചെയ്യണമെന്നല്ല. പക്ഷേ ആദിലേക്കും നൂറയ്ക്കും ഹൈക്കോടതി തന്നെ നിങ്ങൾ ഒന്നിച്ച് ജീവിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ ഫൈസൽ ഇദ്ദേഹത്തിന് പോസ്റ്റ് എഴുതിയിരിക്കുന്നു, രക്ഷിതാക്കളെയും മാതാപിതാക്കളെയും വിഷമിപ്പിച്ചുകൊണ്ട്. ഇവർക്ക് ഞാൻ മനസ്സിലാക്കുന്നത് 24 വയസ്സ് രണ്ടുപേർക്കും ഉണ്ടെന്നാണ്. 24 വയസ്സ് എന്ന് വെച്ചാൽ 18ാമത്തെ വയസ്സിൽ നമ്മുടെ രാജ്യത്ത് ഒരാൾ പ്രായപൂർത്തിയാകും. 24 വയസ്സെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും ആ തീരുമാനത്തിൽ ജീവിക്കാനും ഒക്കെയുള്ള ആളാണ്. ആരെയും 24 വയസ്സുള്ള വ്യക്തി അയാളുടെ രക്ഷിതാവിനോട് ചേർത്തിട്ടല്ല ആളുകൾ കാണുക. ഔദ്യോഗികമായിട്ടും ഭരണഘടനാപരമായിട്ടും നിയമപരമായിട്ടും അവർക്ക് സ്വന്തം നിലയ്ക്ക് അസ്തിത്വമുണ്ട്. അപ്പോൾ ആ ആളെ അങ്ങോട്ട് ചെന്ന് പണം കൊടുത്ത് വിളിച്ചു കൊണ്ടുപോയിട്ട് അവിടെ എല്ലാവരുടെയും കൊണ്ട് കാണിച്ചു കൊടുത്തിട്ട് ഇയാളുടെ മേൽ സമ്മർദ്ദം വരുമ്പോൾ ഇയാൾ കയറിയിട്ട് പിന്നെ ഇവരെ ഇമാതിരി വർത്താനം പറയേണ്ടെന്ന യാതൊരു അവകാശമില്ല. സത്യത്തിൽ പിൻവലിക്കുക മാത്രമല്ല, മാപ്പ് പറയുക കൂടെ വേണ്ടൊരു കാര്യമാണ്. എനിക്ക് സമീപകാലത്ത് മോഹൻലാലിനോട് ഏറ്റവും കൂടുതൽ ആരാധന, എനിക്ക് മോഹൻലാലിനോട് ആരാധനയുണ്ട്, മോഹൻലാലിനോട് വലിയ ബഹുമാനം തോന്നിയൊരു കാര്യം ഇതായിരുന്നു. കാരണം അവർ അവിടെ അപമാനിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോൾ, ഇതിപ്പോൾ ഒരു ഷോ എന്ന നിലയ്ക്ക് വളരെയേറെ ഫിക്സ് ചെയ്ത് ഓരോ കാര്യങ്ങളും പറയുന്ന ഓരോ സെൻറ്റൻസും വാചകങ്ങളും പോലും പ്രിപ്പയർ ചെയ്ത് പ്ലാൻ ചെയ്ത് നടത്തുന്ന ഒരു ബിസിനസ് പരിപാടിയാണല്ലോ, ഒരു കച്ചവട പരിപാടിയാണല്ലോ നമ്മുടെ ബിഗ് ബോസ് എന്ന് പറയുന്നത്. അത് സ്വാഭാവികമായിട്ട് നടക്കുന്നത് അതിനകത്തുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും, ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് തീരുമാനിക്കണം. പക്ഷേ മോഹൻലാൽ അവിടെ അതിനകത്ത് അപമാനിക്കപ്പെട്ടു ഇവരുടെ ക്യൂർ ഐഡൻറ്റിറ്റി കൊണ്ട് എന്ന് മനസ്സിലായപ്പോൾ മോഹൻലാൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമല്ലോ അവരെ എന്ന് പറഞ്ഞത് വലിയൊരു പ്രസ്താവനയില്ലേ. ആ 2 മനുഷ്യരുടെ മാത്രം ആ വ്യക്തിത്വത്തിന്, അന്തസ്സിന്, അവർ മുറിവേറ്റ അന്തസ്സിന് എത്രമാത്രം ഒരു സന്തോഷം ഉണ്ടായിട്ടുണ്ടാവും നോക്കൂ. മോഹൻലാൽ ആ കൊടുത്തിരിക്കുന്ന ഒരു കേട്ടിസിക്ക് വേണ്ട. അതായത് അദ്ദേഹം പറയുമ്പോൾ, മോഹൻലാലിനെ പോലെ ഒരാൾ അങ്ങനെ പറയുമ്പോൾ അവർക്ക് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വിഷമം മാറി. അപ്പോൾ അങ്ങനെ പൊതുസമൂഹം, ഹൈക്കോടതി തൊട്ട് മോഹൻലാൽ വരെ കൈ നീട്ടിയിട്ട് സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഇങ്ങനെ പെരുമാറാൻ ഓരോ അവകാശവും ഇല്ലാത്തതാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ആദ്യമേ പറയണം ഇങ്ങനെയുള്ള ആളുകൾ വരരുത് കേട്ടോ എന്ന് പറയാം. അങ്ങനെ പറയുന്നത് ശരിയല്ല, അത് അദ്ദേഹം മനസ്സിലാക്കേണ്ടതാണ്, ഇനിയെങ്കിലും അത് മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ വിളിച്ചു വരുത്തിയിട്ട് വീട്ടിൽ വന്ന ആളോട് ഇങ്ങനെ പെരുമാറുക എന്ന് വെച്ചാൽ ഏറ്റവും കേരളത്തിൽ മലയാളികളായിട്ടുള്ള ആളുകൾ മതജാതി ഭേദമന്യേ വിളിച്ച് വീട്ടിൽ വരുത്തിയ ആളുകളെ അപമാനിക്കുക എന്നത് ഏറ്റവും വലിയ നിന്ദയായിട്ട് കാണുന്നതല്ലേ ഹർഷ? ഏറ്റവും മോശം. അത് ഇതുപോലെ ഇൻഫ്ലുവൻസറായിട്ടും സ്വയം വിചാരിക്കുന്ന, ഇതുപോലെ ബിസിനസ്സൊക്കെ നടത്തുന്ന ഒരാൾ ചെയ്തത് ശരിയായില്ല, ഞാനിത് ചെയ്യാൻ പാടില്ല, എത്ര വലിയ സമ്മർദ്ദം ഉണ്ടെങ്കിൽ ഞാൻ താങ്ങണം. അത് ഞാൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ആളെ അപമാനിക്കുകയല്ല വേണ്ടത്. എനിക്ക് മേൽ സമ്മർദ്ദം ഉണ്ടെങ്കിൽ ഞാൻ താങ്ങണം. പിന്നെ സമ്മർദ്ദം ഉണ്ടാക്കുന്ന ആളോട് പോയി പണി നോക്കുക എന്നല്ലേ ഈ കുട്ടികൾ ചെയ്തത്. അവരിതിനേക്കാൾ ചെറിയ പ്രായത്തിൽ ഇതിനേക്കാൾ വലിയ സമ്മർദ്ദം നേരിട്ടിട്ട് അവരുടെ വഴിക്കല്ലേ പോയത്. അവരെ കേരളം അംഗീകരിക്കുകയല്ലേ ചെയ്ത്. കാശിൽ വലിയ കാര്യമില്ല എന്ന് പറയുന്നത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഔചിത്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും
വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരെന്ന് ബിഗ് ബോസ് ഷോയ്ക്കിടെ ആദിലയ്ക്കും നൂറയ്ക്കും നേരെ സഹ മത്സരാർത്ഥിയുടെ അധിക്ഷേപമുണ്ടായി എന്ന് വാർത്തയുണ്ടായിരുന്നു. അന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയായി. ഷോയുടെ അവതാരകനായ മോഹൻലാൽ ആദിലയെയും നൂറയെയും സ്വന്തം വീട്ടിലേക്ക് ക്ഷണിച്ച് അധിക്ഷേപത്തിന് മറുപടി നൽകിയെന്നും വാർത്ത കണ്ടു. ബിഗ് ബോസ് ഷോയുടെ പ്രേക്ഷകരും ആരാധകരും അല്ലാത്തവർ പോലും പുരോഗമന കേരളം മുഴുവൻ മോഹൻലാലിന്റെ വാക്കുകൾക്ക് അന്ന് കൈയടിച്ചു. ആദിലയും നൂറയും സ്വർഗാനുരാഗികളാണെന്നും അവർ മാതാപിതാക്കളെ അനുസരിച്ചില്ല എന്നതുമാണ് യാഥാസ്ഥിതിക സദാചാരവാദികളുടെ പ്രധാന ആശങ്ക. ജെൻഡർ ഐഡന്റിറ്റിയും സെക്ഷൽ ഐഡന്റിറ്റിയും നോക്കി മനുഷ്യർക്ക് ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശത്തെ റദ്ദ് ചെയ്യാനാകില്ല. ആദിലയ്ക്കും നൂറയ്ക്കും ഒന്നിച്ചു ജീവിക്കാൻ അവകാശം ഉറപ്പു നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. അവരെ നിങ്ങളുടെ വീട്ടിലെ ചടങ്ങിന് വിളിക്കേണ്ടെങ്കിൽ വിളിക്കേണ്ട. ഭൂരിപക്ഷ സമൂഹം നിശ്ചയിക്കുന്ന ക്രമങ്ങൾക്കനുസൃതമായി പെരുമാറുന്നവരെ മാത്രമേ അംഗീകരിക്കൂ എന്നാണ് ശാഠ്യമെങ്കിൽ അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് കരുതാം. ശരി, പക്ഷേ അവരെ ക്ഷണിച്ചു വരുത്തി അപമാനിച്ചത് സംസ്കാരശൂന്യവും ക്രൂരവുമാണെന്ന് RDX ആവർത്തിക്കുന്നു.